പ്രവേശനത്തിന് ആചാരപരമായ വിവേചനം നിലനിന്നിരുന്ന പിലിക്കോട് ശ്രീ രൈരമംഗലം ഭഗവതി ക്ഷേത്രത്തിലെ നാലമ്പലത്തിനുള്ളിൽ പ്രവേശിച്ച് ഒരു വിഭാഗം ഭക്തജനങ്ങൾ. ജനകീയ സമിതി നേതൃത്വത്തിലായിരുന്നു ക്ഷേത്രപ്രവേശനം. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. പിലിക്കോട് നിലവ് പുരുഷ സ്വയം സഹായ സംഘമാണ് പ്രമേയത്തിലൂടെ നാലമ്പല പ്രവേശനത്തിന് തുടക്കം കുറിച്ചത്. തുടർന്ന് സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ സംഘടനകളുടെ പരിപൂർണ സഹകരണത്തോടെ ജനകീയ സമിതി രൂപീകരിച്ചിരുന്നു. ഈ സമിതിയുടെ നേതൃത്വത്തിലാണ് ഒരു വിഭാഗം ഭക്തജനങ്ങൾ നാലമ്പലത്തിനകത്ത് പ്രവേശിച്ച് പ്രാർത്ഥന നടത്തിയത്. അനേകകാലമായുള്ള പിലിക്കോട് നിവാസികളുടെ അഭിലാഷമായിരുന്ന നാലമ്പല പ്രവേശനത്തിന് വർഷങ്ങൾക്ക് മുമ്പ് ശ്രമങ്ങൾ നടന്നിരുന്നുവെങ്കിലും ചിലരുടെ എതിർപ്പിനാൽ സാധ്യമായിരുന്നില്ല. ഇത്തവണ പുനഃപ്രതിഷ്ഠയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നാട്ടുകാരുടെ മുഴുവൻ പണം പിരിച്ചുകൊണ്ട് ക്ഷേത്രം പുനഃപ്രതിഷ്ഠിക്കുന്ന സമയത്തേക്ക്, പുനഃപ്രതിഷ്ഠയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്ന സമയത്തേക്ക് നാട്ടുകാരുടെ ആവശ്യം എന്നുള്ള രീതിയിൽ ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശനം വേണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ആലോചിച്ചിട്ടുണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തത് നിലവ് പുരുഷ സ്വയം സംഘമാണ്. ഡിസംബർ മാസം 16-ാം തീയതിയോട് കൂടിയിട്ട് അവരൊരു പ്രമേയം അതിൻ്റെ ഭാഗമായിട്ട് പാസ്സാക്കുകയും അതിനുശേഷം ഈ നാട്ടിനകത്തുള്ള മുഴുവൻ ആൾക്കാരെയും വിളിച്ചു ചേർത്തുകൊണ്ട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ CPM-നെയും കോൺഗ്രസിനെയും BJP-യും ഒക്കെയും അതോടൊപ്പം തന്നെ വിവിധ സമുദായത്തിൽപ്പെടുന്ന ആൾക്കാരെയൊക്കെ വിളിച്ചു ചേർത്തുകൊണ്ട് വിപുലമായിട്ടുള്ളൊരു യോഗം ചേരുകയും അതിൻ്റെ അടിസ്ഥാനത്തിനകത്തേക്ക് ഒരു ജനകീയ സമിതി രൂപീകരിക്കുകയും ചെയ്തു. ആ ജനകീയ സമിതിയുടെ രൂപീകരണത്തിന് ശേഷം ഈ നാട്ടിനകത്തുള്ള മുഴുവൻ ആൾക്കാരെയും കണ്ട് ഏകദേശം 1000-ലധികം ആൾക്കാരുടെ ഒപ്പ് ശേഖരിച്ചുകൊണ്ട് ഒരു മാസ് പെറ്റീഷൻ എന്നുള്ള രീതിയിൽ ഇതിനകത്തേക്ക് സാധാരണയായിട്ടുള്ള മുഴുവൻ ജനവിഭാഗങ്ങൾക്കും മുഴുവൻ സമുദായത്തിനകത്തേക്ക് പെടുന്ന ആൾക്കാർക്കും താല്പര്യമുള്ളവർക്ക് നാലമ്പലത്തിനകത്തേക്ക് കയറണം എന്നുള്ള രീതിയിൽ ഒരു പെറ്റീഷൻ എഴുതിയുണ്ടാക്കി ഇത് ക്ഷേത്രം തന്ത്രിക്കും അതോടൊപ്പം തന്നെ മലബാർ ദേവസ്വം ബോർഡിനും ഇവിടുത്തെ ട്രസ്റ്റി ബോർഡിനും MLA-ക്കും MP-ക്കും മന്ത്രിക്കും ഒക്കെ നൽകുന്നൊരു സ്ഥിതിയുണ്ടായി. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇതിൻ്റെ തീരുമാനങ്ങൾ എടുക്കുന്നത് തന്ത്രിയാണ് എന്നുള്ളതിൻ്റെ അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തന്ത്രിയെ നേരിട്ട് കാണുകയും തന്ത്രിയെ നേരിട്ട് കണ്ട് ഈ കാര്യം അവതരിപ്പിച്ച സമയത്തേക്ക് ക്ഷേത്രത്തിൻ്റെ നിത്യനിദാന ചടങ്ങുകൾ നിശ്ചയിക്കുന്ന സമയത്തേക്ക് എൻ്റെ അഭിപ്രായം ഞാൻ പറയാമെന്ന് പറയുകയും അതിൻ്റെ നിത്യനിദാനം നിശ്ചയിക്കുന്ന സമയത്തേക്ക് നമ്മൾ വീണ്ടും ചെന്ന് ആവശ്യപ്പെടുന്ന സമയത്തേക്ക് നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം റിസ്കിനകത്തേക്ക് ഇതിനകത്തേക്ക് കയറാം എന്നുള്ള രീതിയിലുള്ള ഒരു മറുപടിയാണ് തന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിനകത്ത് നമ്മളതിനകത്തേക്ക് കയറാൻ തീരുമാനിക്കേണ്ടത്. ഈ തീരുമാനം വരുന്ന സമയത്ത് തന്നെ ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സാധാരണ ഇപ്പോൾ നിലവിൽ വിശ്വാസികളായിട്ടുള്ള ഇതിനകത്തേക്ക് വരുന്ന ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ വിശ്വാസങ്ങൾ ഹനിക്കാത്ത രീതിയിൽ അവിടെ എന്തെങ്കിലും പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത രീതിയിൽ വേണം ഇതിനകത്തേക്ക് വരുന്നത് എന്നുള്ളത് അങ്ങനെയാണ് ആലോചിച്ചിട്ടുണ്ടായിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പൂരം, പാട്ട് തുടങ്ങിയ സമയങ്ങളിൽ അതിനകത്തേക്ക് നടക്കുന്ന ചടങ്ങുകളെ ലംഘിക്കാതെ പൂരോത്സവത്തിന് ശേഷം ഈ പുനഃപ്രതിഷ്ഠ കഴിഞ്ഞ ഉടനെ പൂരോത്സവമാണ് വന്നിട്ടുണ്ടായത്. ആ പൂരോത്സവം കഴിഞ്ഞ 10-ാം തീയതി കഴിഞ്ഞു. പൂരോത്സവത്തിന് ശേഷം ഒരു ദിവസം നമുക്ക് ഇതിനകത്തേക്ക് കയറാം. അതിനുശേഷം തുടർച്ചയായിട്ട് ആൾക്കാർക്ക് കയറുന്ന രീതി ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ 8 മണിയോട് കൂടിയിട്ട് ക്ഷേത്രത്തിനകത്തേക്ക് ഒരു 10-16ഓളം വരുന്ന ആൾക്കാർ ക്ഷേത്രത്തിനകത്തേക്ക് കയറുകയാണ് ഉണ്ടായിട്ടുള്ളത്. നാലമ്പല പ്രവേശനം നടത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. അത് പ്രവേശനം ഈ 16 ആൾക്കാർ കയറി ഇറങ്ങിയതിന് ശേഷം തുടർച്ചയായിട്ട് വീണ്ടും ആൾക്കാർ അതിൻ്റെ ഭാഗമായിട്ട് ക്ഷേത്രത്തിനകത്തേക്ക് കയറിയിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിലും ഇതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആചാരാനുഷ്ഠാനങ്ങളിൽ കാലോചിതമായ മാറ്റങ്ങൾ അനിവാര്യമാണെന്ന തിരിച്ചറിവിന്റെ വിജയം കൂടിയായാണ് ജനകീയ സമിതി ഇതിനെ കാണുന്നത്. ദേവിയുടെ പരിസരത്ത് ഏത് ഭക്തന്മാർ എത്തിക്കഴിഞ്ഞാലും ദേവി പറഞ്ഞു ആ പരിസരത്ത് ആര് വന്നു കഴിഞ്ഞാലും ദേവിയുടെ സന്നിധിയിലാണ്. അകത്തായാലും പുറത്തായാലും ദേവി ഈ അകത്ത് കയറിയിട്ട് കൂടുതൽ എന്താണ് അതിന് ഭക്തന്മാരെ സംബന്ധിച്ച് ദേവി അടുത്ത് വരുമ്പോൾ അവർ ഭക്തി പിന്നെ ഭക്തി കുറയും. അതൊന്നും ആ ഭക്തി തുടർന്നുള്ള ദിവസങ്ങളിലും ദർശനത്തിനായി മുഴുവൻ ഭക്തജനങ്ങളും നാലമ്പലത്തിനുള്ളിൽ ശ്രീകോവിലിന് മുന്നിൽ ഭക്തി ആദരവോടെ പ്രവേശിക്കണമെന്നും ജനകീയ സമിതി ആഹ്വാനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.